ഈ വാർത്ത നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? വാട്സാപ്പ് പേയ്ക്കുണ്ടായിരുന്ന പരിധി ഒഴിവാക്കി UPI സേവനം ഇനി എല്ലാവർക്കും വാട്സാപ്പ് പേ ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. നിലവിൽ ഉപയോഗിക്കുന്ന ഗൂഗിൾ പേ, ഫോൺ പേ പോലെ തന്നെ യാതൊരു നിയന്ത്രണവും ഇനി മുതൽ വാട്സാപ്പ് പേയ്ക്കും ഇല്ല. പക്ഷെ അധികം ആരും ഇപ്പോഴും വാട്സാപ്പിന്റെ ഈ സർവീസ് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടില്ല. പലർക്കും പേടിയാണ് കാരണം. പേടിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് വാട്സാപ്പ് പേയിൽ ആഡ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് വാട്സപ്പ് ഓപ്പൺ ചെയ്ത് ഓപ്ഷൻ എടുക്കുക. അവിടെ പേയ്മെന്റ് എന്ന ഓപ്ഷൻ എടുക്കുക. അപ്പോൾ UPIയുടെ QR കോഡ് സ്കാൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും. ഇതുവരെയും ബാങ്ക് അക്കൗണ്ട് ചേർത്തിട്ടില്ലെങ്കിൽ അവിടെ കാണുന്ന ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന ഓപ്ഷൻ ടച്ച് ചെയ്യുക. ഇവിടെ കാണുന്ന കണ്ടിന്യൂ എന്ന ബട്ടൺ ടച്ച് ചെയ്യുക. വാട്സപ്പ് വളരെ സെക്യൂർ ആണെന്നും UPI പിൻ നമ്പർ, ബാങ്ക് അക്കൗണ്ട് നമ്പർ ഒന്നും വാട്സപ്പ് സ്റ്റോർ ചെയ്യുന്നില്ല എന്നും പറയുന്നുണ്ട്. താഴെ കാണുന്ന ആക്സെപ്റ്റ് ആൻഡ് കണ്ടിന്യൂ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ബാങ്കിന്റെ ലിസ്റ്റ് കാണാം. അതിൽ നിന്നും നമ്മുടെ ബാങ്ക് സെലക്ട് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ഫോൺ നമ്പർ വെരിഫൈ ചെയ്യാനുള്ള സ്ക്രീൻ വരും. താഴെ കാണുന്ന വെരിഫൈ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഡ്യുവൽ സിം ഉണ്ടെങ്കിൽ ഏത് സിം ആണെന്ന് സെലക്ട് ചെയ്ത് കൺഫേം ചെയ്യുക. ഇപ്പോൾ ഫോൺ നമ്പർ വെരിഫൈ ചെയ്യുന്നുണ്ട്. അത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഫോൺ നമ്പറുമായി ലിങ്ക് ആയ ആ ബാങ്കിന്റെ എല്ലാ ബാങ്ക് അക്കൗണ്ടുകളും ഇവിടെ കാണിക്കും. ഏത് അക്കൗണ്ട് ആണോ ഇവിടെ ചേർക്കുന്നത് ആ അക്കൗണ്ട് സെലക്ട് ചെയ്ത് താഴെ കാണുന്ന ആഡ് എന്ന ബട്ടൺ ടച്ച് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. ആ അക്കൗണ്ട് വാട്സപ്പ് പേയിൽ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പേയ്മെന്റ് ചെയ്ത് നോക്കാം. ഓപ്ഷൻ എടുത്ത് പേയ്മെന്റ് എന്ന ഓപ്ഷൻ എടുക്കുക. അവിടെ കാണുന്ന സെൻഡ് പേയ്മെന്റ് എന്ന ഓപ്ഷൻ എടുക്കുക. ഇവിടെ നിന്ന് നമുക്ക് അനുയോജ്യമായ UPI അക്കൗണ്ട് സെലക്ട് ചെയ്യുക. ഇപ്പോൾ പേയ്മെന്റ് ചെയ്യാനുള്ള സ്ക്രീൻ കാണാം. എമൗണ്ട് ചേർത്ത് നെക്സ്റ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ കാണുന്ന സെൻഡ് പേയ്മെന്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൺഫേം ചെയ്യുക. പിന്നെ ബാങ്ക് അക്കൗണ്ടിന്റെ പിൻ നമ്പർ ചേർത്ത് പേയ്മെന്റ് നടത്തുക. ഇത്രയേ ഉള്ളൂ. പേയ്മെന്റ് കംപ്ലീറ്റ് ആയി. ഇനി ഒന്ന് ബാക്കിലേക്ക് വന്നാൽ പേയ്മെന്റ് ഹിസ്റ്ററി ഒക്കെ ഇവിടെ കാണാവുന്നതാണ് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുമല്ലോ അല്ലേ?